നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. 2025 3 കോടി ഉംറ തീർത്ഥാടകരെ പ്രതീക്ഷിക്കുന്നതായി സൗദി അറേബ്യ. മക്കയിലും മദീനയിലുമുള്ള 15 ചരിത്ര സ്ഥലങ്ങളുടെ നവീകരണവും 2025 പൂർത്തിയാക്കും. സൗദിയിലെ ദിയൂഫുർ റഹ്മാൻ പദ്ധതി പ്രകാരം 2025 1.5 കോടി ഉംറ തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധികൃതർ വെളിപ്പെടുത്തി. കൂടാതെ തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനും സഞ്ചരിക്കാനും താമസിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും 2023 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. നൂതനമായ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും. പുണ്യനഗരങ്ങളിലെ 15 ചരിത്ര പ്രദേശങ്ങളിൽ അടുത്ത വർഷം നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനും പദ്ധതിയുണ്ട്. 2030 40 ചരിത്ര പുണ്യസ്ഥലങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വർഷത്തിൽ 3 കോടി തീർത്ഥാടകർക്ക് ഉംറ നിർവഹിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്യും. സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സംതൃപ്തി നിരക്ക് 2025 85%, 2030 90% നേടാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി സർക്കാർ. നിലവിലുള്ള ശിക്ഷാ നിയമത്തിലെ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇത്തരം കേസുകളിൽ നിലവിലെ ശിക്ഷ കർശനമാക്കിയതോടൊപ്പം ആക്രമണത്തിന് ഇരയാകുന്ന സർക്കാർ ജീവനക്കാർക്ക് പരാതി പിൻവലിക്കുന്നതിനും പ്രതിയുമായി അനുരഞ്ജനം നടത്തി കേസ് ഒത്തുതീർപ്പാക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തുന്നതാണ് പുതിയ നിയമം. രാജ്യത്ത് ഏറ്റവും അധികം ആക്രമണത്തിന് ഇരയാകുന്നത് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള വിദേശ ജീവനക്കാരാണ്. ദുബായിലെ പുതിയ സാലിക് ഗേറ്റുകൾ നവംബർ അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് റിപ്പോർട്ട്. പുതിയ ഗേറ്റുകൾ വരുന്നതോടെ ദുബായിലെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10 ആകും. ദുബായിലെ ഗതാഗത തിരക്ക് കുറച്ച് വാഹന ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് RTA ഈ വർഷം ജനുവരിയിലാണ് പുതിയ സാലിക് ഗേറ്റുകൾ പ്രഖ്യാപിച്ചത്. ദുബായ് അൽഖൈൽ റോഡിലെ ബിസിനസ് ബേ ക്രോസിംഗിലും അൽ മെയ്ദാൻ സ്ട്രീറ്റിനും ഉമ്മുൽ ഷീഫ് സ്ട്രീറ്റിനുമിടയിൽ ഷെയ്ഖ് സായിദ് റോഡിലെ അൽസഫ സൗത്തിലുമാണ് പുതിയ സാലിക് ഗേറ്റുകൾ വരുന്നത്. വിപുലമായ ട്രാഫിക് പഠനങ്ങൾക്ക് ശേഷമായിരുന്നു RTA പുതിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതോടെ എമിറേറ്റിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം 10 ആകും. പുതിയ ഗേറ്റുകൾ കൂടി പ്രവർത്തന സജ്ജമാകുന്നതോടെ ദുബായിലെ പ്രധാന റോഡുകളിലെ ഗതാഗതം 42% വരെ കുറയുമെന്നാണ് വിലയിരുത്തലെന്ന് RTA അറിയിച്ചു. നിലവിലുള്ള 8 ടോൾ ഗേറ്റുകളിലൂടെ 59 കോടി 30 ലക്ഷം പേരാണ് കഴിഞ്ഞ വർഷം മാത്രം യാത്ര ചെയ്തത്. ഈ വർഷം ജൂൺ അവസാനം വരെ 23 കോടി 85 ലക്ഷം പേർ സാലിക് ഗേറ്റുകൾ വഴി കടന്നു പോയിട്ടുണ്ട്. 4 ദിർഹമാണ് ദുബായിലെ സാലിക് ടോൾ നിരക്ക്. 24 ദുബായ്. ദുബായിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, ക്ഷീണം എന്നിവയുടെ അപകട സാധ്യതകളെക്കുറിച്ച് തൊഴിലിടങ്ങൾക്കിടയിൽ ബോധവൽക്കരണ ക്യാമ്പിന് തുടക്കമിട്ട അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഗ്രാജുവേറ്റ്സ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചു നടത്തുന്ന ക്യാമ്പയിൻ 2 മാസം നീണ്ടു നിൽക്കും. കടുത്ത ചൂട് ഉയർത്തുന്ന ആരോഗ്യ വെല്ലുവിളികളെ നേരിടാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ പങ്കുവയ്ക്കും. പുറം ജോലി ചെയ്യുന്നവർക്ക് നിർജ്ജലീകരണം വഴി കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ടെന്ന് ഡോക്ടേഴ്സ് ചൂണ്ടിക്കാട്ടി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ 1 കോടിയുടെ പദ്ധതി ആവിഷ്കരിച്ചതായി AKMG ഭാരവാഹികൾ അറിയിച്ചു. ഖത്തറിലെ മലയാളികൾക്ക് ആവേശമായി മലയാളി മങ്ക സീസൺ 1. റേഡിയോ സുനോ 91.7 FM ഒരുക്കുന്ന മലയാളി മങ്ക സീസൺ 1ന്റെ ഓഡിഷൻ വിജയകരമായി പൂർത്തിയായി. ഖത്തറിലെ വനിതകൾക്ക് വേണ്ടി റേഡിയോ സുനോ അണിയിച്ചൊരുക്കുന്ന വേദിയാണ് മലയാളി മങ്ക ബ്യൂട്ടി പേജന്റ്. റേഡിയോ സുനോ ഓഫീസിൽ നടന്ന ഓഡിഷനിൽ നിരവധി പേർ പങ്കെടുത്തു. 180-ലധികം എൻട്രികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓഡിഷനിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുക്കപ്പെട്ട 15 മത്സരാർത്ഥികളാണ് ഫൈനൽ പോരാട്ടത്തിൽ മലയാളി മങ്ക കിരീടത്തിനായി മാറ്റുരയ്ക്കുക. നടൻ ഹരിപ്രശാന്ത് വർമ്മ, സീനിയർ ലെവൽ ബിസിനസ് ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ് സംറ മെഹബൂബ് എന്നിവരാണ് വിധികർത്താക്കളുടെ പാനലിൽ. വിവിധ മേഖലകളിലെ പ്രമുഖർ നയിക്കുന്ന ഗ്രൂമിംഗ് സെഷനുകൾ മത്സരാർത്ഥികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരും. 24 ഖത്തർ. കുവൈറ്റിൽ അനുമതിയില്ലാതെ പണം പിരിച്ച ഈജിപ്ത് സ്വദേശി അറസ്റ്റിൽ. പ്രതി സംഭാവനയായി പണം പിരിക്കുന്നതിന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് താമസ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും പ്രതി ലംഘിച്ചതായി കണ്ടെത്തിയത്. പ്രതിയെ ഉടൻ തന്നെ നാടുകടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. നാളെ 78ാം സ്വാതന്ത്ര്യദിനം.
സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് രാജ്യമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയവർക്ക് അനുമോദനം നൽകി. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ച രാഷ്ട്രപതി പുതിയ ക്രിമിനൽ നടപടിച്ചട്ടങ്ങൾ കൊളോണിയൽ ഭൂതകാലത്തിന്റെ മറ്റൊരു അവശേഷിപ്പ് കൂടി ഇല്ലാതാക്കിയെന്നും പറഞ്ഞു. I wish everyone a very happy Independence Day. It is a matter of pride for all that India has become the 5th largest economy in the world, and we are also poised to become one of the top 3 economies soon. In recent years, India has made unprecedented advances in space exploration. Along with you all, I also eagerly look forward to the launch of the Gaganyaan mission next year, which will take a team of Indian astronauts into space aboard India's first human space flight. The Indian contingent put up its best efforts in the recently concluded Paris Olympic Games. I appreciate the dedication and hard work of the players. 78ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ രാവിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. ഡൽഹിയിലും ജമ്മു കാശ്മീരിലും ഉൾപ്പെടെ സുരക്ഷ കർശനമാക്കി. വികസിത ഭാരതമെന്നാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രമേയം. സ്ത്രീകളും കർഷകരും യുവാക്കളും തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ടാതിഥികൾ. ചെങ്കോട്ടയിലും പരിസരത്തും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3,000-ലധികം ട്രാഫിക് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. ആന്റി ഡ്രോൺ, ആന്റി എയർക്രാഫ്റ്റ് സംവിധാനങ്ങളും സ്ഥാപിച്ചു. ചെങ്കോട്ടയ്ക്ക് സമീപം പട്ടം പറത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന പാതകളിൽ ബാരിക്കേഡുകളും താൽക്കാലിക നിരീക്ഷണ പോസ്റ്റുകളും സ്ഥാപിച്ചു. മാളുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി തിരക്കേറിയ ഇടങ്ങളിലെല്ലാം പോലീസും അർദ്ധസൈനിക വിഭാഗവും സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. 9 പേർക്കാണ് മെഡലുകൾ. വിശിഷ്ട സേവനത്തിനുള്ള മെഡലിന് ADGP H. വെങ്കിടേഷ് അർഹനായി. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധയിടങ്ങളിലായി 300-ലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരം മുഴുവൻ ഈ ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻകുമാറിനൊപ്പം വിനീത VG 24. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സ്മരണാഞ്ജലിയുമായി കുവൈറ്റ് ഇന്ത്യൻ എംബസിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സ്വൈഗ ആമുഖ പ്രഭാഷണം നടത്തി. വിഭജനത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ചിത്ര പ്രദർശനവും എംബസിയിൽ ഒരുക്കിയിരുന്നു. ഷിരൂരിലെ തിരച്ചിലിൽ നിർണായക കണ്ടെത്തൽ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിലിൽ പുരോഗതി. നാവികസേന നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയിലെ കയർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്തും. നദിയിൽ അടിഞ്ഞുകൂടിയ പാറയും വൻമരങ്ങളും ഉൾപ്പെടെ നീക്കം ചെയ്യാൻ ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും. ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള സംഘവും തിരച്ചിലിൽ സജീവമായി. മറ്റന്നാൾ ഗംഗാവലിയിൽ തിരച്ചിൽ പുനരാരംഭിക്കും. പുഴയുടെ ഒഴുക്കിന് ശക്തി കുറഞ്ഞതും മഴ മാറി നിന്നതും തിരച്ചിലിന് അനുകൂലമായി. അതോടെ ഗംഗാവലിയുടെ ആഴങ്ങളിൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയുടെ സംഘമാണ് ആദ്യം തിരച്ചിൽ തുടങ്ങിയത്. NDRFും SDRFും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. നാവികസേനയുടെ 2 ഡൈവർമാരും ഇന്ന് പുഴയിലിറങ്ങി. കണ്ടെത്തിയ കയറിന്റെയും ലോഹഭാഗങ്ങളുടെയും ചിത്രം നേവി എക്സിൽ പങ്കുവച്ചു. അർജുൻ ഓടിച്ച ലോറിയിലേതാണ് കയറെന്ന് ലോറി ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. ലോഹഭാഗങ്ങളുടെ കാര്യത്തിലെ അവ്യക്തത നീക്കാൻ ഇവ വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസിന് പരിശോധനയ്ക്ക് അയക്കും. നാളെ തിരച്ചിലുണ്ടാകില്ല. മറ്റന്നാൾ കയർ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് ഉത്തരകന്നഡ SP M. നാരായണ 24നോട് പറഞ്ഞു. That rope, which is supposed to be Arjun's vehicle's rope, which is used for the
tightening of the logwoods. Now we got the crucial information now. Next, we will take the experts' opinion and will continue the operation. Today it is a crucial day and we got the crucial evidence. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പുഴയുടെ അടിത്തട്ടിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കൂറ്റൻ പാറകളും തിരച്ചിലിന് പ്രതിസന്ധിയാണെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. അർജുനൊപ്പം കാണാതായ ലോകേഷ്, ജഗന്നാഥ് എന്നിവർക്ക് വേണ്ടിയും മറ്റന്നാൾ മുതൽ തിരച്ചിൽ നടത്തുമെന്ന് മാൽപേ പറഞ്ഞു. മണ്ണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ ചവിട്ടിയെങ്കിൽ കാല് ഉള്ളു പോകില്ല, ഗട്ടിയുണ്ട്. ആ മണ്ണ് മാട്ടിയ നല്ലത്, ഒരേ മധുരം ഇരിക്കുന്നത്, എല്ലാ മധുരം കല്ല് മണ്ണ് മുത്തിട്ടുണ്ട്. ടൈറ്റ് വീസ്. പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കും. ഇതിന്റെ ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കും. തിരച്ചിൽ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസെയിൽ പറഞ്ഞു. From 16th we will make. Until 16th we will see that we will bring that machine also. In the meantime, I requested your agri-based company also to send that machine. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ടീം 24 ഷിരൂർ. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഇന്ന് നടത്തിയ തിരച്ചിലിൽ തൃപ്തരെന്ന് കാണാതായ അർജുന്റെ കുടുംബം. കയർ കണ്ടെത്തിയ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകും എന്നാണ് കരുതുന്നതെന്ന് അർജുന്റെ സഹോദരി അഞ്ജു പറഞ്ഞു. കയറ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം ഹസ്ബൻഡ് വിളിച്ചപ്പോൾ പറഞ്ഞ 100% അവിടെ തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പറയാൻ കഴിഞ്ഞത്. ഇന്നത്തെ നിർത്തിയാലും ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ തന്നെ തുടരുന്നതാണ്. ഇനിയിപ്പോൾ എന്താണ്, ലോറിയെങ്കിലും കണ്ടുപിടിക്കുന്നവരെ ഇത് നിർത്തൂല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോറിയും അർജുൻ ഉൾപ്പെടെയുള്ള മറ്റ് 2 പേരെ അടക്കം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുള്ളൂ. ഇന്നത്തെ ഒരു തെരച്ചിലും മറ്റും നിങ്ങൾ തൃപ്തരല്ലേ ഇപ്പം നിലവിൽ? അതെ, തൃപ്തരാണ്. ഷിരൂരിലെ തിരച്ചിലിനായി കേരളം ഡ്രഡ്ജർ നൽകിയില്ല എന്ന കാർവാർ MLA സതീഷ് കൃഷ്ണസേനന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി P. പ്രസാദ്. ഡ്രഡ്ജർ എത്തിക്കാൻ കേരളം ആദ്യമേ സന്നദ്ധത അറിയിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചിരുന്നു. പുഴയുടെ ആഴവും ഒഴുക്കും തടസ്സമായതിനാലാണ് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത്. ആഴം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാമെന്നും എന്ത് സഹായവും ചെയ്യാൻ കേരളം തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി. അന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൊണ്ടുപോകുന്ന ഈ ഡ്രഡ്ജർ, ഈ ഉപകരണം ഈ ആഴമുള്ളിടത്ത് പ്രവർത്തിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ കണ്ടു. നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നത് പറഞ്ഞു കഴിയുന്നത്. ഇപ്പോൾ അത് അവിടെ അനുയോജ്യമാവുമെങ്കിൽ നമുക്ക് വിടുന്നതിനകത്ത് യാതൊരു പ്രശ്നവുമുള്ള കൂട്ടത്തിലല്ല അത്. കർണാടക ഷിരൂരിൽ ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കാൻ ഡ്രഡ്ജർ വിട്ടു നൽകുന്നതിന് അഭ്യർത്ഥന ലഭിച്ചിട്ടുണ്ടെന്ന് ഗോവ തുറമുഖ വകുപ്പ് മന്ത്രി അലക്സ് സെക്വേര. കാർവാർ പോർട്ട് ക്യാപ്റ്റനാണ് ഡ്രഡ്ജർ ആവശ്യപ്പെട്ടത്. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. I wanted to check whether anything is happening from Goa side regarding. We have spoken about some company that is supposed to do the dredging, who requires the permission. I think we are waiting for some details from that company to permit the vessel. Some DB Bhagwati. Okay, PP Bhagwati. So who actually contacted? Contacted by your captain of ports, Karwar. Karnataka Marine Board. Okay. Has said that we should give permission for this particular dredger. So what will be the next stage, sir? So we are waiting. We have written to Director Ports and member Maritime Karnataka Maritime Board, but we are waiting for their response. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ തിരച്ചിലിൽ ആരെയും കണ്ടെത്താനായില്ല. 118 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തത്തിൽ ലഭിച്ച മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 401 DNA പരിശോധന പൂർത്തിയാക്കി. ഇനി കണ്ടെത്താനുള്ളത് 118 പേരെയാണ്. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ 6 സോണുകൾ കേന്ദ്രീകരിച്ചും ചാലിയാർ പുഴയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്തിയത്. 6 പഞ്ചായത്തുകളിലും രാവിലെ മുതൽ തന്നെ റവന്യൂ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരടങ്ങുന്ന സംഘം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വീടുകൾ വീണ്ടും കാണാനും ധാരണയുണ്ടാക്കാനും അവിടെ വേണ്ടത് എന്തൊക്കെയാണ് എന്ന് നോക്കാനും വേണ്ടി തിരിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിനായി താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാലം പൊളിച്ചുമാറ്റി. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ പാലത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. ഇതോടെയാണ് ആർമി ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സഹായത്താൽ
പാലം പൊളിച്ചത്. അന്നേരത്തെ റെസ്ക്യൂ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ആ സമയത്തേക്ക് ഒരു ഇട്ടുകൊടുത്ത ഒരു ടെമ്പററി നടപ്പാത എന്ന് മാത്രമേ ഉള്ളതിന്. വെള്ളം മേളിൽ കൂടെ ഒക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അത്ര സ്റ്റെബിലിറ്റി അല്ലെന്നുള്ളതുകൊണ്ട് നമുക്ക് മേളിൽ നിന്ന് ഓർഡർ വന്ന് അതങ്ങ് അഴിച്ചു മാറ്റിയേക്കാൻ പറഞ്ഞ് അങ്ങനെ അഴിച്ചു മാറ്റിയതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള 6 അംഗ വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ തുടരുകയാണ്. ദുരന്ത പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും അനുബന്ധ മേഖലകളിലെയും അപകട സാധ്യതകളാണ് സംഘം വിലയിരുത്തുന്നത്. 10 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംഘം സർക്കാരിൽ സമർപ്പിക്കും. ദുരന്തം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിടുമ്പോൾ തെരച്ചിലിനോടൊപ്പം പുനരധിവാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഈ മാസം 20-നകം മുഴുവൻ പേർക്കും വാടക വീടുകൾ കണ്ടെത്താനാണ് നീക്കം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും. നഷ്ടപ്പെട്ടതിന് പകരമാകില്ലെങ്കിലും പതിയെ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശ്രമത്തിലാണ് മുണ്ടക്കയിലെ അതിജീവിതർ. ടീം 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 6 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ച സർക്കാർ. ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-നകം പൂർത്തിയാക്കാൻ ശ്രമം ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ആദ്യം പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയ്ക്ക് പുറമെയാണ് 4 ലക്ഷം രൂപ കൂടി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. 60% അംഗവൈകല്യം സംഭവിച്ചവർക്ക് 75,000 രൂപയും 40 മുതൽ 60% വരെ വൈകല്യമുണ്ടായവർക്ക് 50,000 രൂപയും സഹായധനം നൽകും. കാണാതായവരുടെ ആശ്രിതർക്കും സഹായം നൽകാൻ തീരുമാനമായി. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ, 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ. അതിജീവിതരുടെ താൽക്കാലിക പുനരധിവാസത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കി. ജില്ലയിൽ 12 ക്യാമ്പുകളിലായി കഴിയുന്നത് 527 കുടുംബങ്ങളാണ്. നേരത്തെ പല കുടുംബങ്ങളും സന്നദ്ധ പ്രവർത്തകർ എടുത്തു നൽകിയ വാടക വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറി. സ്വന്തം നിലയ്ക്ക് വാടക വീട് കണ്ടെത്തുന്നവരുമുണ്ട്. ബന്ധുവീടുകളിലേക്ക് മാറുന്നവർക്കും സ്വന്തമായി വീട് കണ്ടെത്തുന്നവർക്കും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാസം 6,000 രൂപ ലഭിക്കും. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാടക വീടുകൾ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആവശ്യമായ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് താൽക്കാലിക പുനരധിവാസം. കേന്ദ്ര സഹായത്തിനായി 10 ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്രത്തിന്റെ മുമ്പിലേക്ക് കേരളത്തിന് ഏകദേശമായി ചെയ്യേണ്ട സഹായങ്ങളെ സംബന്ധിച്ചൊരു പൊതുരൂപരേഖ ഇതിനകം ലഭ്യമായി കഴിഞ്ഞു. കൃത്യം കണക്ക് ചില്ലറ സംഖ്യ ഉൾപ്പെടെ കൂട്ടി കണക്കാക്കി DM ആക്ട് പ്രകാരം തയ്യാറാക്കേണ്ട ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. ഒരു 5-10 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി സമർപ്പിക്കാവുന്നതാണ്. ആ സമർപ്പണം പോയിന്റ് ബൈ പോയിന്റ് ആയിരിക്കും. 1200 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. വീടുകൾ നിന്നയിടത്ത് കല്ലും മണ്ണും മാത്രം ബാക്കി. നഷ്ടപ്പെട്ടതിന് പകരമാകില്ല ഒന്നും. എങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറി ആ പഴയ ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് മുണ്ടക്കയിലെ അതിജീവിതർ. അവരെ ചേർത്ത് പിടിച്ച് നാടും. ക്യാമറാമാൻ ജിനുവിനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, 24 വയനാട്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി ലക്ഷദ്വീപിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതിന് മുൻ MLA KK ലതികയെ വിമർശിച്ച് KK ശൈലജ. തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്ന് KK ശൈലജ പറഞ്ഞു. CPIM-നെതിരെ പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചു. അതേസമയം വിവാദത്തിൽ P ജയരാജനെതിരെ ഒളിയമ്പുമായി CPIM വിട്ട കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു C തോമസ് രംഗത്തെത്തി. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലാണ് എന്ന പോലീസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നതാണ് CPIM-നെ പ്രതിരോധത്തിലാക്കിയത്. ഇതിനു പിന്നാലെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച മുൻ MLA KK ലതികയെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജ തള്ളിപ്പറഞ്ഞു. അങ്ങനെ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ലതികയോട് ഞാൻ ചോദിച്ചു, എന്തിനാണത് ഷെയർ ചെയ്തത്? അല്ല, ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയണ്ടേ, അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു. പോലീസ് റിപ്പോർട്ട് പ്രതിപക്ഷം CPIM-നെതിരെ ആയുധമാക്കി. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ KK ലതികയുടെ പങ്ക് വ്യക്തമാണെന്നും CPIM ചെയ്ത കാര്യം ഭീകരപ്രവർത്തനത്തിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഒരുതരം ഭീകരപ്രവർത്തനത്തിന് സമാനമായ വിദ്വേഷ പ്രവർത്തനമാണ് CPM നടത്തിയത്. വിദ്വേഷ പ്രവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന BJP പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട സ്ഥിതിയാണ്.
സ്ക്രീൻഷോട്ടിന് പിന്നിലെ സത്യാവസ്ഥ നേരത്തെ മനസ്സിലായതാണെന്ന് ഷാഫി പറമ്പിൽ MP. കേസിൽ പോലീസിന് മെല്ലെപ്പോക്കെന്ന് വിമർശനം. എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണ്. പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. യൂത്ത് ലീഗ് MSF പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് യൂത്ത് ലീഗ് തീരുമാനം. സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസ് അടുത്ത ദിവസം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് റിപ്പോർട്ട് തന്റെ കയ്യിലില്ല. റിപ്പോർട്ട് സംബന്ധിച്ച വാർത്തകൾ ചില പത്രങ്ങളിലൂടെയാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആരോപിച്ചു. പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു. ഞാൻ എൻ്റെ കയ്യിൽ അതിന് റിപ്പോർട്ടില്ല. നോക്കാം എന്താണെന്നുള്ളത്. അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പോലീസ് പരിശോധിച്ച് വരട്ടെ എന്താണെന്നുള്ളത്, എന്നിട്ടല്ലേ നമ്മൾ നോക്കേണ്ടത്. പോലീസ് ആവശ്യമായ നടപടികൾ എടുക്കാതിരിക്കുകയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണുകയും ചെയ്തപ്പോഴാണ് പാർട്ടി കോടതിയെ സമീപിച്ചത്. ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അല്പമെങ്കിലും മുന്നോട്ട് പോയത്. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനങ്ങാപ്പാറ നയം തന്നെയാണുള്ളത്. കുറ്റവാളികളെ ശിക്ഷിക്കുന്നത് വരെ, അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നവരെ നിയമത്തിൻ്റെ വഴിയിലൂടെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും പോഷക സംഘടനകളും മുന്നോട്ട് പോകും. ബഹിരാകാശത്തു നിന്ന് സുനിത വില്യംസിന്റെ മടക്കം വൈകും. തിരിച്ചുള്ള യാത്ര 8 മാസം വരെ നീണ്ടേക്കും എന്നാണ് നാസ നൽകുന്ന സൂചന. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അമേരിക്കയിൽ നിന്ന് മധു, സുനിത വില്യംസിന്റെ ആരോഗ്യനില സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ളത്. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട നാസ നൽകുന്ന വിവരം? ഇവർ 8 മാസം കൂടി അവിടെ തങ്ങേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാകും? പ്രവിത അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് നാസ ഈ സുനിത വില്യംസും അതുപോലെ സഹസഞ്ചാരി ബുച്ച് വിൽമോറും ബഹിരാകാശ കേന്ദ്രത്തിൽ തുടരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞത്. നാസയ്ക്ക് ഇപ്പോഴും ഇവരുടെ മടക്കം സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അടുത്ത ആഴ്ച മധ്യത്തോടുകൂടിയോ അല്ലെങ്കിൽ അതിനു മുമ്പോ അവർ കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നാസ വെച്ച് പുലർത്തുന്നത്. ഇങ്ങനെ ഇവർക്കൊരു പകര സംവിധാനം നാസയ്ക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2025 ഫെബ്രുവരി വരെ ഒരുപക്ഷെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ഈ 2 പേർക്കും കഴിയേണ്ടി വരുമെന്നാണ് നാസ പറയുന്നത്. സ്പേസ് എക്സിന്റെ ഒരു വാഹനം ഈ സ്റ്റാർ ലൈനറിന് പകരം ഉപയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നാസ. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിന്റെ ഉണ്ടായ ഈ ത്രസ്റ്റർ ഫെയിലറും അതുപോലെ ഹീലിയം വാതക ചോർച്ചയുമാണ് ഈ സുനിത വില്യംസിനെ ബഹിരാകാശ സ്പേസ് സെന്ററിൽ തുടരുവാൻ ഇപ്പോൾ മറ്റു മാർഗമില്ലാതെ അവിടെ കഴിയേണ്ടി വരുന്നത്. തന്നെയുമല്ല അവിടെ ഈ ഡോക്കിങ്ങിനുള്ള സൗകര്യക്കുറവുമുണ്ട്. ഈ അമേരിക്കയ്ക്ക് അധികം ഡോക്കിംഗ് സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ ലൈനർ മടങ്ങി വന്നതിന് ശേഷം വേണം ഈ സ്പേസ് എക്സിനുള്ള ഡോക്കിങ്ങും പിന്നെ ഈ സ്പേസ് എക്സിലൂടെ ഈ 2 പേരെയും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പിന്നീട് സ്റ്റാർ ലൈനർ പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷം സഞ്ചാരികളില്ലാതെ ഭൂമിയിലെത്തിക്കുവാനാണ് നാസയുടെ ശ്രമങ്ങൾ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ബഹിരാകാശത്തു നിന്ന് സുനിത വില്യംസിന്റെ മടക്കം ഇനിയും വൈകും. 8 മാസം കൂടി നീണ്ടേക്കാം എന്നാണ് നാസ നൽകുന്ന സൂചന. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു.